കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 34. കുഞ്ഞു മരിച്ചതിനേക്കാൾ ടെൻഷൻ ബീനയ്ക്ക് തോന്നിത്തുടങ്ങി. അപ്പോഴൊക്കെ ശരീരമനങ്ങാത്തത് വീണതിനാലും ടെൻഷനാലുമാണെന്ന് കരുതിയവൾക്ക് അബിയുടെ കണ്ണുകളിലെ നിസ്സംഗതയും പതുക്കെ ശരിയാകുമെന്ന് പറഞ്ഞതും കൂട്ടി വായിച്ചപ്പോൾ തന്റെ ശരീരം തളർന്നുപോയോ എന്ന തോന്നൽ വന്നതും അബിയോട് തന്നെ ചോദിച്ചു. ഇക്ക, എനിക്ക് എന്തു പറ്റി? ഒന്ന് പറഞ്ഞതാ ഇക്ക. നിറയാൻ പോകുന്ന കണ്ണിനെയും നെഞ്ചിൽ തടഞ്ഞ വിങ്ങലിനെയും പിടിച്ചു നിർത്തി ബീനയെ ഭയപ്പെടുത്താതെ ലാഘവത്തോടെ അബി പറയാൻ ശ്രമിച്ചു. മറിഞ്ഞു വീണപ്പോൾ നിനക്ക് ടെൻഷൻ കൂടിയത് കൊണ്ടായിരിക്കും. ശരീരത്തിന് ചെറിയ തളർച്ച ബാധിച്ചിട്ടുണ്ട്. നീ മനസ്സ് വെച്ചാൽ 1 മാസത്തിനുള്ളിൽ ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാ ഉറക്കി വിളിക്കാൻ പോലും കഴിയാതെ ദയനീയമായി വിളിക്കുന്നവളെ നോക്കി അപ്പി പറഞ്ഞു. നീ ബേജാറാവണ്ട, എല്ലാം ശരിയാകും. മനസ്സ് തളർന്നു പോകരുത്. പടച്ചോൻ അങ്ങനെയൊന്നും നമ്മളെ കൈവിടില്ല. നിർത്താൻ കഴിയാതെ ബീനയുടെ കണ്ണിൽ നിന്നും മിഴിനീർ ഒഴുകുന്നത് തുടച്ച് കൺകോണിൽ ഉമ്മ കൊടുത്തിട്ട് അബി പറഞ്ഞു. കരയാതെ മുത്തേ, നീ കരഞ്ഞാലും തളർന്നാലും ഞാനും തളർന്നു പോകും. പെട്ടെന്ന് എണ്ണീക്കാൻ പറ്റും. അതുവരെ ഇക്ക നിന്നെ പൊന്നുപോലെ നോക്കും. ഇത്രയും കാലവും ഓടി നടന്നെല്ലാം ചെയ്തതല്ലേ. ഇനി കുറച്ചുകാലം നീ റെസ്റ്റ് എടുക്കേണ്ട കൽബേ. നേഴ്സ് പുറത്തു പോകാൻ പറഞ്ഞപ്പോഴാണ് അബി മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്കിറങ്ങിയത്. അബിയുടെ കൈ പോലും പിടിച്ച് വെക്കാൻ കഴിയാതെ കൈകളും തളർന്ന പോലെ ബീന കിടന്നു. സ്വന്തം അവസ്ഥ ഓർത്തപ്പോൾ ബീനയ്ക്ക് സങ്കടം നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല. മനസ്സിന് ധൈര്യം കൊടുക്കാനും കഴിഞ്ഞില്ല. ICUവിൽ നിന്ന് പുറത്തിറങ്ങിയ അബി പ്രവിയെ കെട്ടിപ്പിടിച്ച് കരയുന്നതിനിടയിൽ ചോദിച്ചു. ഡാ, എന്റെ ബീനാച്ചി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിസ്സഹായായ അവളുടെ കിടത്തം എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട്. എവിടെ കൊണ്ടുപോയാൽ സുഖമായി കിട്ടും? ഉള്ളതെല്ലാം വിറ്റുപറക്കിയാണെങ്കിലും അവളെ കൊണ്ടുപോയി സുഖമാക്കിയെടുക്കാം. ഒരിടത്തിരിക്കാതെ ഓടി നടന്നവളാണ് ഇങ്ങനെ കിടക്കുന്നതെന്നോർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. വയറ്റിലുണ്ടായിട്ട് പോലും കിടക്കാൻ പറഞ്ഞാൽ കിടക്കില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ചും വഴക്കു പറഞ്ഞുമാണ് പിടിച്ചു കിടത്തുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. അബി, നമുക്ക് അന്വേഷിക്കാം. നീ ഇങ്ങനെ കരയാതെ. അവൾക്ക് സുഖമാകും. ബീന പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും. നീ തളരാതെ അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ നോക്ക്. അവൾക്ക് എന്താണ് സംഭവിച്ചത്? സുഖമാക്കി എടുക്കാൻ പറ്റുമോ? നമ്മുടെ ഈ ചോദ്യത്തിന് ഡോക്ടർമാർ പോലും ശരിയായ ഒരു ഉത്തരം തന്നിട്ടില്ല. എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് എത്ര വട്ടം സ്കാൻ ചെയ്ത് പടിയിൽ നിന്നും ഒന്ന് വീണെന്ന് കരുതി ഇങ്ങനെ സംഭവിക്കുമോ? വീണ് തല പൊട്ടിയതും കുഞ്ഞുപോയതും മനസ്സിലാക്കാം. ഇങ്ങനെ അരയ്ക്ക് താഴേക്ക് തളർന്നു പോയത് എങ്ങനെയാണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും സമയദോഷം കൊണ്ട് വന്നതായിരിക്കും. അത് മാറുമ്പോഴേക്കും ബീനയ്ക്ക് സുഖമാകും. നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. അവൾക്ക് സുഖമാകുമെന്ന ആത്മവിശ്വാസം മാത്രം നിന്റെ മനസ്സിന് കൊടുക്ക്. വർഷങ്ങളായി തളർന്നു കിടന്നവൻ സുനാമി വന്നപ്പോൾ എഴുന്നേറ്റ് ഓടിയ കഥ വരെ ഉള്ളതാണ്. ഉറപ്പായും അത്ഭുതങ്ങൾ സംഭവിക്കും. ബീന എഴുന്നേറ്റ് നടക്കും. അബി പ്രവിയുടെ വാക്കുകൾ സത്യമാവാനുള്ള പ്രാർത്ഥനയിലായിരുന്നു. അന്നൊരു ദിവസം ആ രീതിയിൽ പോയെങ്കിലും പിറ്റേന്ന് രാവിലെ അബി പറഞ്ഞു. ഡാ, എല്ലാവരും കൂടെ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. നീ ജോലിക്ക് പോകാതിരുന്നാൽ ശരിയാകില്ല. ആദം കട നോക്കാതെ ഇരുന്നാൽ മറ്റുള്ളവർ കൈയിട്ട് വാരും. എനിക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്നാൽ നിങ്ങളും കൂടി ഇങ്ങനെ നിന്നാൽ സഹായിക്കാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയിട്ട് ജോലിക്ക് പൊയ്ക്കോ. ഇവിടെ ഇപ്പോൾ ആരുടെയും ആവശ്യമില്ല. ICUവിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാത്രം ആള് മതി. ബീനയെ റൂമിൽ കൊണ്ടുവന്നാലും നിങ്ങളിവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാനിപ്പോൾ ഇന്നലത്തെ അവസ്ഥയിലല്ല ഉള്ളത്. ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ എനിക്ക് തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ബാബയും ഉണ്ടല്ലോ. അബി, നീ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ ആദം എങ്ങനെ വീട്ടിൽ പോകും? പ്രവി അത് ചോദിക്കുമ്പോഴും ആദത്തിന്റെ കയ്യിലിരുന്ന ഫോണിൽ ആലിയുടെ കോൾ വന്നുകൊണ്ടിരുന്നു. ഫോണിന്റെ ശബ്ദവും പ്രവിയുടെ ചോദ്യവും ഒന്നിച്ചു കേട്ടപ്പോൾ അബി ആദത്തിനെ നോക്കിയതും അവന് തന്നെ സങ്കടം തോന്നിപ്പോയി. ഒറ്റ ദിവസം കൊണ്ട് തന്നേക്കാൾ കോലം കെട്ട് കറുത്ത കൺതടങ്ങളും തിളക്കമില്ലാത്ത കണ്ണുകളുമായി മരിച്ചതിന് തുല്യമിരിക്കുന്ന ആദത്തിനോട് അബി ചോദിച്ചു. നീ എന്റെ കൂടെ നിൽക്കുവാണോ? എന്റെ കൂടെ നിൽക്കുകയാണെങ്കിലും കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വീട്ടിൽ പോയല്ലേ പറ്റൂ. ഞാനും കുറച്ചു കഴിയുമ്പോൾ വീട്ടിൽ പോയി ഫ്രഷായിട്ട് വരും. നീ മാത്രം പോകാതെ ഇവിടെ ഇരുന്നാൽ ശരിയാകുമോ? അബിയുടെ മുഖത്തു നോക്കി സങ്കടം കടിച്ചമർത്തി ആദം പറഞ്ഞു. നീ പറഞ്ഞതുപോലെ എത്ര ദിവസമാണ് ഒളിച്ചിരിക്കുന്നത്?
ഇപ്പോൾ തന്നെ ഇന്നലെ മുതൽ അവളൊരു 100 കോളല്ല വിളിച്ചത്. എനിക്ക് എടുക്കാനോ സംസാരിക്കാനോ തോന്നിയില്ല. ആദത്തിന്റെ വാക്കുകൾ കേട്ടതും നല്ല ദേഷ്യത്തിൽ പ്രവി പറഞ്ഞു. എടാ, നീ ആലി വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുന്നത് ശരിയല്ല. സാധാരണ പോലെ സംസാരിക്കാൻ ശ്രമിക്കുക. അവിടെ നടന്ന കാര്യം നീ അങ്ങ് മറന്നു കളയും. എങ്ങനെ മറക്കാനാണ് പ്രവി നീ പറയുന്നത്? കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്റെ ആലിയെ ചതിച്ചില്ലേ? മറ്റൊരു പെണ്ണിനെ എന്റെ കൈകൊണ്ട് തൊട്ടില്ലേ? ആദത്തിന്റെ സംസാരം കേട്ടപ്പോൾ അബിക്ക് ദേഷ്യം തലയിൽ കയറിയിരുന്നു. ഡാ, ഇനിയും അത് തന്നെ പറഞ്ഞിരിക്കാതെ വരാനുള്ളത് വന്നുപോയി. നീ തൽക്കാലം ഇത് ആലിയെ അറിയാതെ ഒതുക്കി തീർക്കാനുള്ള വഴി നോക്ക്. ദേഷ്യപ്പെടാതബി, ഞാൻ ശ്രമിച്ചു നോക്കാം. എനിക്കെന്റെ ജീവിതം വേണം, എന്റെ ആലിയെ വേണം. ഞാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ പോകുന്നില്ല. രാത്രിയാവുമ്പോൾ പോകാം. അത് പറഞ്ഞിട്ട് ആദം ഫോൺ എടുത്ത് ആലിക്ക് കോൾ ചെയ്ത് പുറത്തേക്ക് നടന്നപ്പോൾ അബി പ്രവിയോട് ചോദിച്ചു, അവനെന്താടാ രാത്രി പോകാമെന്ന് പറഞ്ഞിട്ട് പോയത്? നിന്നെ പോലെ തന്നെ ഞാനും കേട്ടുകൊണ്ടിരുന്നതല്ലേ. അവന്റെ മനസ്സിൽ എന്താണെന്ന് അവന് മാത്രമേ അറിയൂ. അവൻ പറഞ്ഞതല്ലേ ഞാനും രാത്രിയെ പോകുന്നുള്ളൂ. നീ കുറച്ചു കഴിയുമ്പോൾ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാം. പ്രവി പറഞ്ഞതിന് തലയാട്ടിയിട്ട് അബി കസാരയിലേക്ക് ചാരി മുകളിലേക്ക് നോക്കി കിടന്നു. ഫോണിന്റെ റിംഗ് ടോൺ കേട്ടതും പ്രവീൺ കോൾ അറ്റൻഡ് ചെയ്തു. പറയടി. പ്രവിയേട്ടാ, ഞാനും ആലിയും ചോറുമായി ഉച്ചയാകുമ്പോൾ വരും. അപ്പുറത്ത് സജീത്തായും കുടുംബവും ഹസീനയും മാമിയും ഒക്കെ വന്നിട്ടുണ്ട്. കുട്ടികളെ രാത്രി തന്നെ അവര് കൊണ്ടുപോയി. സജീത്ത കുട്ടികളെ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് എതിർത്ത് പറയാൻ പറ്റുമോ? ഞാനും ആലിയും കുട്ടികളെല്ലാരും കൂടി ഇവിടെ കിടക്കാനിരുന്നതാണ്. പിന്നെ ആലി നല്ല സങ്കടത്തിലാണ്. അവള് ഫോൺ വിളിച്ചിട്ട് ആദം എടുത്തില്ലെന്ന് പറഞ്ഞ് ചുമ്മാതെ ടെൻഷൻ അടിക്കുക. അവരുടെ കാര്യം എന്തായാലും അവര് സോൾവ് ആക്കിക്കൊള്ളും. നീ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇവിടിപ്പോൾ നിങ്ങൾ വന്നിട്ട് കാര്യമൊന്നുമില്ല. ബീന ICUവിൽ തന്നെയാണ്. അവിടെ സിസ്റ്റർമാർ നോക്കിക്കോളും. മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പൊയ്ക്കോ. ഞാനും അബിയും രാത്രിയാകുമ്പോൾ വരും. അല്ല പ്രവിയേട്ടാ, അന്നേരം ഫുഡ് വേണ്ടേ? ഫുഡ് അബിയുടെ മൂത്താപ്പയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരും. പിന്നെ നിങ്ങളും കൂടി കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന് കിടക്കുന്നതല്ലല്ലോ. പ്രവിയുടെ പറച്ചിൽ കേട്ടതും ഇനിയൊന്നും ചോദിച്ചവനെ ദേഷ്യം പിടിപ്പിക്കാൻ തോന്നാത്തതിനാൽ ജോലിക്ക് പോകാൻ റെഡിയാകട്ടെന്ന് പറഞ്ഞ് ആശ ഫോൺ വെച്ചു. പുറത്തുനിന്ന ആദം ആലിയെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും അവള് ഫോൺ എടുക്കാത്തതിനാൽ ഒന്നുകൂടി വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അമ്മച്ചിയുടെ ഫോണിൽ വിളിക്കാമെന്ന് കരുതി വിളിച്ചപ്പോൾ ആലി ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ടും മറുപുറത്ത് മൗനമാണെന്ന് കണ്ടപ്പോൾ മനഃപൂർവ്വം ആലി ഫോൺ എടുക്കാതിരുന്നതാണെന്ന് ആദത്തിന് മനസ്സിലായി. ആലി, ഇന്നലെ എനിക്ക് തലവേദന കാരണം കണ്ണ് കാണാൻ വയ്യായിരുന്നു. അതാണ് ഫോൺ എടുക്കാതിരുന്നത്. ഇന്നലത്തെ അവസ്ഥയിൽ അബിയെ ഇട്ടിട്ട് വരാനും പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ വരും. പരിഭവമൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം. അപ്പോഴും മൗനം തീർക്കുന്നവളുടെ മുഖം മനക്കണ്ണിൽ കണ്ടവൻ പറഞ്ഞു, നീ ഒന്നും സംസാരിക്കേണ്ട. നമുക്ക് നേരിട്ട് സംസാരിച്ച് പരിഭവങ്ങളൊക്കെ തീർക്കാം. അതുവരെ എന്റെ ഒരു സമാധാനത്തിന് ദേഷ്യം കൊണ്ട് വീർത്ത കവിളിലും കൂർപ്പിച്ചു വെച്ചിരിക്കുന്ന ചുണ്ടിലും ഉമ്മ. ആദം ഫോൺ കട്ട് ചെയ്തപ്പോൾ ആലിയുടെ കണ്ണിലും ചുണ്ടിലും പുഞ്ചിരിയായിരുന്നെങ്കിൽ ആദത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയും ചുണ്ടുകൾ സങ്കടത്താൽ വിതുമ്പി വിറയ്ക്കുകയും ചെയ്തിരുന്നു. എല്ലാം ഒരു പരീക്ഷണമാണ്. വിജയിച്ചാൽ മതിയായിരുന്നു. രാത്രി 10 മണിയോടെയാണ് ആദം വീട്ടിലെത്തിയത്. സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും നോക്കി ചെരുപ്പഴിച്ചിട്ട് ബാഗുമായി അകത്തു കയറുമ്പോൾ അമ്മച്ചി ചോദിച്ചു, ബീനയ്ക്ക് എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ കിടക്കുകയാണ്. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് അബി പറയുന്നുണ്ട്. ആദം മറുപടി പറഞ്ഞതും അമ്മച്ചി നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു, എന്റെ മാതാവേ, 3 കുഞ്ഞുങ്ങൾ കിടക്കുന്നതാണ്. ബീനയുടെ അസുഖം എത്രയും വേഗം മാറ്റിക്കൊടുക്കണമേ. നീ സന്ധ്യയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും താമസിച്ചതെന്ത്? അതപ്പച്ച, ഞാനും പ്രവിയും കൂടി കടയിൽ കയറി കണക്കൊക്കെ നോക്കിയിട്ടാണ് വന്നത്. അല്ലായിരുന്നെങ്കിൽ നേരത്തെ എത്തിയേനെ. പുറത്തെ സംസാരങ്ങളൊക്കെ കേട്ടെങ്കിലും ആലി റൂമിൽ നിന്നും പുറത്തിറങ്ങാതെ ആദത്തിനെ വിളിച്ച കോളുകളുടെയും മെസ്സേജുകളുടെയും എണ്ണം ഒന്നുകൂടി നോക്കി ചെറിയൊരു വഴക്കിന് തയ്യാറായി തന്നെയിരുന്നു. ആദ്യമായിട്ടാണ് ആദം തന്റെ കോളുകളെ ഇതുപോലെ അവോയ്ഡ് ചെയ്തത്. ആലി അതിന്റെ സങ്കടവും ദേഷ്യവും ഫോണിൽ നോക്കി കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ അകത്തേക്ക് കയറിയ ആദം ആലിയെ നോക്കാതെ കുളിച്ചിട്ടിടാനുള്ള ഡ്രസ്സുമായി ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.